പറയുകയാണ്, ഒന്ന് ജബ്ബാരിയൻ ഗ്രൂപ്പ്, രണ്ട് സക്കരിയ ഗ്രൂപ്പ്. എന്ന് പറയുന്ന ഗ്രൂപ്പ്, എന്ന് പറയുന്ന ഗ്രൂപ്പ്, എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നവരെ മുസ്ലിക്കാക്കുന്നു, എന്ന് പറയുന്നവർക്ക് കല്ലെന്ന് പറയുന്നവരെ മുസ്ലിക്കാക്കുന്നു. തമ്മിൽ തീർക്കാരോപണം നിങ്ങൾ നമസ്കാരങ്ങൾക്ക് ഗുരുത്തക്കേട് സംഭവിച്ചെന്തോന്നാണെന്നറിയോ? ാക്കിയതുകൊണ്ടാണ്. ഞങ്ങൾ ഗ്രൂപ്പ് എണ്ണം കൂടുന്തോറും നിങ്ങൾക്ക് പണി കൂടുന്നല്ല, കാര്യമൊന്നുമില്ല. ഗ്രൂപ്പായപ്പോ ഒരു വിചാരിച്ചു രക്ഷപ്പെട്ടു, ഇനി ഈ കട്ടക്കാലം ഉണ്ടാവൂല. ഇപ്പൊ ഇടങ്ങാറ് കൂടി. ഞങ്ങൾ ഗ്രൂപ്പാകുന്നത് ഓർക്കണ്ട, നിങ്ങൾ കുടുങ്ങിയുള്ളൂ. അതുകൊണ്ട് ഏതായാലും നിങ്ങൾ ബേജാറാകണ്ട. ഞങ്ങൾ ചിലപ്പോ ഇനിയും ഗ്രൂപ്പായിക്കൂടായില്ല. ഞങ്ങൾ ഇനിയും ഗ്രൂപ്പായിക്കൂടായില്ല. അതുങ്ങൾ വേണ്ട. പക്ഷെ ചോദ്യത്തിന് മറുപടി അറിയും, അതല്ലേ വേണ്ടത്. ഇവിടെ വാദെന്താ? ഇത് 2 ഗ്രൂപ്പാണോ 3 ഗ്രൂപ്പാണോ, സമത്വം 4 ഗ്രൂപ്പാണോ 14 ഗ്രൂപ്പാണോ? ഇതാണോ തർക്കം? ഇതാണോ തർക്കം? ഇവിടെ ചോദ്യത്തിന് മറുപടി അതിലേക്ക് എത്തേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ബാക്കിയല്ലേ? ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ തേട്ടം ശിർക്കല്ലെന്ന് പറഞ്ഞു. ഞാൻ ഖാലിഖാണെന്ന വിശ്വാസമില്ലാതെയാണ് അബൂജഹൽ ലാത്തയോട് തേടിയത്. സ്വാലിഹാണ് വിശ്വാസത്തിനാ തേടിയത്. പക്ഷെ ഇലാഹാണെന്ന് അവൻ സമ്മതിച്ചു. നിങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷെ ഇലാഹിന് കൊടുക്കേണ്ടത് നിങ്ങൾ ശൈഖന്മാർക്ക് കൊടുക്കുന്നു. അതല്ലേ നമ്മൾ കണ്ടത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നത് ശൈഖിനോട് പറ്റോന്ന് ചൊന്നവന് ശിർക്കല്ല. ആ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചിരുന്നു, എങ്കിൽ വിധി എന്ത്, അനുവദനീയമാണോ അല്ലേ എന്ന് ചോദിച്ചിരുന്നു. അതും കൂടി കാര്യം ക്ലിയറായി. ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിധി ആവൂലല്ലോ, അതുകൊണ്ട് വിധി കൂടി പറയണം. എന്നിട്ട് മൂപ്പന് പറഞ്ഞതെന്താ? അബൂജഹലിന്റെ വിശ്വാസം എന്ന് പറഞ്ഞു, അവർ ഇലാഹം റബ്ബുമാക്കിന. എന്തേ മുസ്ലിം ഖാലിഖെന്ന് കിട്ടാൻ? അതല്ലേ കിട്ടേണ്ടത്. ഖാലിഖെന്ന് ഉണ്ടെങ്കിൽ വായിക്കി. ലാത്തയെ ഖാലിഖായി കണ്ടു എന്നുണ്ടോ, സൃഷ്ടാവായി കണ്ടു എന്നുണ്ടോ? അത് വായിക്കി. നിങ്ങൾ പറഞ്ഞെന്താ? സൃഷ്ടാവാന്ന് വിശ്വാസം ശിർക്കല്ലാതാ. അബൂജഹൽ വിശ്വാസം ഇല്ലാന്നാ പറഞ്ഞത്. സൃഷ്ടാവാന്ന വിശ്വാസം അബൂജഹലിന് ഇല്ല എങ്കിൽ ആ തേട്ടം ശിർക്കല്ല നിങ്ങൾ. അല്ലെങ്കിൽ അതല്ല മാനദണ്ഡം, മറ്റൊരു മാനദണ്ഡം. അതാണ് ഭൗതികം അഭൗതികം. അതിനാ റാസി പറഞ്ഞത്. അതിനാ ഞങ്ങൾ ആയത്തുദ്ധരിച്ചത്. ഇനിയിപ്പം മൂപ്പരോജ ആയത്തും കൂടി മൂപ്പർക്ക് അടിയ. അതെന്താ? അള്ളൊരു സ്ഥലത്ത് പറഞ്ഞു ഇന്നക്കല്ലാ, മറ്റു സ്ഥലത്ത് പറഞ്ഞു ഇന്നക്കല്ലി. അതെ, ഒന്ന് സാധാരണം, ഒന്ന് അസാധാരണം. എത്ര കിട്ടിയ റസൂലെ നിങ്ങൾ ഹിദായത്താക്കില്ല, റസൂലെ നിങ്ങൾ വഴി കാണിക്കുന്നു. അപ്പൊ ഒന്ന് വഴി കാണിക്കൽ, അത് സാധാരണം. മനുഷ്യരുടെ ഉള്ളിൽ ഹിദായത്ത് നൽകുക എന്നുള്ളതോ റബ്ബിന് മാത്രമേ കഴിയൂ, റസൂലിനും കഴിയില്ല. അത് മനുഷ്യ കഴിവിന് അതീതം, അത് അസാധാരണം. അത് നബി ചെയ്യുന്നു വിശ്വസിച്ചാലോ ശിർക്കായി, നബിയോട് തേടിയാലോ ശിർക്കായി. റസൂലുള്ളാഹിയുടെ കാലത്ത് ജീവിതകാലത്ത് അവിടെ റസൂലെ ഈ ആയത്ത് മുറിച്ചെറിയിച്ചാലോ ഒരു കുഴപ്പമില്ല. അതല്ല ചെയ്യുന്നത്. തൗഹീദ് പഠിപ്പിച്ചതിന് ശിർക്കാണോ? അല്ല. ഞങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? കഴിയൂല. സാധിക്കുന്നത് ചോദിച്ചാലോ ശിർക്കായി. അതിൽ നമ്മൾ തർക്കമില്ല. ഏതായിരുന്നാലും ശരി, രണ്ടാമത്തെ ചോദ്യം ചുവടെ പിടിച്ചുകൊണ്ട് ഒരു ഉപചോദ്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ സിറാത്തൽ മുസ്തഖീം എന്നത് മുഹീദ്ദീൻ ശൈഖിനോട് കിട്ടാതല്ല തേടിയ ശിർക്കല്ല എന്ന്. എങ്കിൽ ശരി, ആ തേട്ടത്തിന് വല്ല പരിധിയുമുണ്ടോ? റബ്ബിനോട് ചോദിക്കുന്ന ഏതും അങ്ങനെ ചോദിക്കാമോ? അതല്ല, വല്ല പരിധിയുമുണ്ടോ? ആതിനാ ഫിദ്ദുനിയാ ഹസന എന്നുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ എന്നുണ്ട്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്നുണ്ട്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്നുണ്ട്. തുടങ്ങിയ തേട്ടങ്ങളൊക്കെയും ഈ റബ്ബനാ എന്ന സ്ഥാനത്ത് യാ ശൈഖ് എന്നാക്കി തേടിയാൽ വല്ല പരിധിയുമുണ്ടോ ശിർക്കാകാനും ആകാതിരിക്കാനും? അല്ല, റബ്ബിനോട് ചോദിക്കുന്ന ഏത് കാര്യവും കിട്ടാവല്ല മഹാനാണ് എന്ന നിലക്കാണെങ്കിൽ ശൈഖിനോട് ചോദിക്കാമെന്നാണോ? ചോദിച്ചാൽ ശിർക്കല്ല എന്നാണോ? ശിർക്കാകുന്ന വല്ല ചോദ്യവുമുണ്ടോ? ഹറാമായ വല്ല ചോദ്യമുണ്ടോ? ജായിസായ വല്ല ചോദ്യവുമുണ്ടോ എന്നുകൂടി അതിന്റെ കൂടെ മൂന്നാമത് ചോദ്യമായി ഒരു ഉപചോദ്യമായി മാത്രം കൂട്ടിച്ചേർക്കുകയാണ്. അതുകൂടെ പറയാം. ഒപ്പം രണ്ടാമത്തിന് മറുപടി പറഞ്ഞപ്പോൾ രണ്ടാമത്തെ പാർട്ട് പറഞ്ഞിട്ടില്ല, അതിന്റെ വിധി എന്ത് എന്ന് പറഞ്ഞിട്ടില്ല, അത് പറയണം. ഒന്നാമത്തെ ചോദ്യം ബാക്കിയുണ്ട്, അതിൽ തന്നെ അതിൽ മറുപടി പറയുകയും വേണം. ഒന്നാമത്തെ ചോദ്യം ബാക്കിയുണ്ട്. ഒന്നാമത്തെ അവസരത്തിൽ ചോദ്യം ചോദിച്ചില്ലല്ലോ ബാക്കിയാവാൻ. ഒന്നാമത്തെ ചോദ്യത്തിൽ റാസിയുടെ ഇബാറത്തിൽ വന്നോ? റാസിയുടെ ഇബാറത്തിന്റെ അടിസ്ഥാനത്തിൽ അസാധാരണ മാർഗത്തിലൂടെ സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നുള്ളതിന്റെ ഞങ്ങളുടെ വാദത്തിന്റെ തെളിവ്, സൃഷ്ടി കഴിവിന് അപ്പുറത്തുള്ളത് ചോദിക്കുന്നത് ശിർക്കാണ് എന്നുള്ളതിന്റെ തെളിവ് റാസിയുടെ ഇബാറത്താണ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ റാസിന്റെ ഇബാറത്ത് വായിക്കാനേ പേടിയായി. സക്കരിയ സലാഹി എന്താ വരാതിരുന്നത് എന്നുള്ളത് ഇപ്പൊ അത് മിണ്ടാനേ പേടിയായി. നന്ദി മുഖാമുഖാണ് പറഞ്ഞേക്കിനെ. സക്കരിയ സലാഹി ഉണ്ടോ ഞങ്ങളേറ്റ് വരുന്നത്? പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം
അദ്ദേഹം എവിടെ? പിന്നെ നമ്മൾ ചോദ്യം ചോദിച്ചു, എന്താ? ജിന്നിനോട് സഹായം ചോദിക്കൽ, ജിന്ന് മലക്കിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. ഇതാണ് ജബ്ബാർ മൗലവി എഴുതിയത്. പാടില്ല. അതാണ് സക്കരിയ മൗലവി എഴുതിയത്. ഞങ്ങളിൽ ഗ്രൂപ്പ് കൂടിയാൽ നിങ്ങൾക്ക് പണിയാകും, ഞങ്ങൾക്ക് നിങ്ങൾ പണി തരരുത് കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പ് ഇങ്ങനെ മുശ്രിക്കാക്കിക്കാണ്ടേ നിങ്ങൾ തമ്മിൽ ശിർക്ക് ആരോപിച്ചുകൊണ്ടുള്ള പണി ഞങ്ങൾക്ക് തരരുത്. നിങ്ങളെ നന്നാക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു കൂട്ടർ മുശ്രിക്കും മറ്റേ കൂട്ടർ കാഫിറും, ഇങ്ങനെ കുഫറും ശിർക്കും കാഫിറേ മുശ്രിക്കേ, ഈ രൂപത്തിലുള്ള ദീനീ പ്രവർത്തനം അത് ബിദ്അത്തിന്റെ വാദമാണ്, നരകത്തിന്റെ വാദമാണ്, സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയല്ല എന്ന് നിങ്ങളെ താക്കീത് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഭിന്നിക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത്. ഞങ്ങൾക്ക് പണി തന്നാലും തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഭിന്നിച്ചാൽ ഞങ്ങൾക്ക് പണി കൂടും, അത് ശരിയാണ്. കാരണം അവർക്കും മറുപടി പറയണം, ഇവർക്കും മറുപടി പറയണം. പക്ഷേ നിങ്ങൾ ഭിന്നിക്കരുത്, ദയവ് ചെയ്തിട്ട് ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ അബൂജഹലിന്റെ വിശ്വാസം സാലിഹാണെന്ന് മാത്രം വിശ്വാസം ഉണ്ടായിരുന്നത്. ഞങ്ങൾ KM മൗലവിന്റെ പുസ്തകങ്ങൾ വായിച്ചു, തൊട്ടില്ല. KM മൗലവിന്റെ പുസ്തകം കൊണ്ടാണ് മറുപടി പറഞ്ഞു. മൗലവിയുടെ പുസ്തകത്തിന് മറുപടി പറയണം. എന്നിട്ട് ഇബാറത്ത് എവിടെ? ഖാലിഖെന്ന് ഇബാറത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇബാറത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇബാറത്ത് കാണിച്ചു തരണോ? കമാ ഖാല ബനൂ ഇസ്രായീല ഇജ്അൽ ലനാ ഇലാഹൻ ഖാലിഖൻ മുദബ്ബിറൻ. സെർച്ച് ചെയ്തോളി, കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അടുത്ത്. ഖാലിഖൻ മുദബ്ബിറൻ, ഞങ്ങൾക്കൊരു ഖാലിഖിനെ ആക്കിക്കൊണ്ട, ഒരു ലോക വിധാതാവിനെ സംവിധായകനെ ആക്കിക്കൊണ്ട, പടച്ച തമ്പുരാനെ നിയമിച്ചുകൊണ്ട എന്നല്ലേ മുശ്രിക്കീങ്ങൾ ആവശ്യപ്പെട്ടത്, എന്നല്ലേ ശിർക്കിന്റെ ആവശ്യമായി വന്നത്. അപ്പൊ ഖാലിഖൻ മുദബ്ബിറൻ എന്ന തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കിതാബ് നോക്കാതെ വരരുതായിരുന്നു. ഞങ്ങളേറ്റ് മുഖാമുഖം നടത്തുമ്പോ നിങ്ങൾ അങ്ങനെ ചിരിച്ചുകാണ്ടേ, അങ്ങനെയുണ്ട് ചില ആൾക്കാരായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ, ചിരിയുടെ വാദപ്രതിവാദം നടത്താറുണ്ട്. പക്ഷെ ഇത് കിതാബിന്റെ വാദപ്രതിവാദമാണ്, ഇത് കാളമൂത്ര സാഹിത്യത്തിന്റെ വാദപ്രതിവാദമല്ല. സക്കരിയ സലാഹി പറഞ്ഞതുപോലെ ഇത് കിതാബ് വെച്ചുകൊണ്ടുള്ള കളിയാണ്. പിന്നെന്താ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളടത്ത് അത് ഞങ്ങൾ അതിന്റെ അർത്ഥം വെച്ചൊന്നു. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഹിദായത്തിനെ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് അള്ളാഹുവിന്റെ സവിശേഷതയാണ്. അതേ സമയത്ത് ഹിദായത്തിന്റെ സബബായി വർത്തിക്കുക എന്ന അർത്ഥമാണെങ്കിൽ അത് റസൂലും മുഹിയുദ്ദീൻ ശൈഖും എല്ലാവരും ചെയ്യുന്നതാണ്. ആ അർത്ഥത്തിലുള്ള ഹിദായത്ത് ചോദിക്കുന്നത് ശിർക്കാണ് എന്നുള്ളതിന് ആയത്തോദണം, ഹദീസ് പറയണം, ഇജ്മാ പറയണം, ഖിയാസ് പറയണം. ഇത് നാലും പറഞ്ഞിട്ടില്ല. അപ്പൊ നാലും ഇല്ല എന്നുള്ളതാണ് ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇസ്ലാഹിൽ നിങ്ങൾ തന്നെ എഴുതി ഒരു കാര്യം ശിർക്കല്ല എന്നുള്ളതിന്റെ തെളിവെന്താ? തെളിവ് പറയേണ്ടതില്ല. ശിർക്കാണ് എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ് അതിന്റെ തെളിവ് എന്ന് നിങ്ങൾ തന്നെ എഴുതി. നിങ്ങൾ പറഞ്ഞോ ഹിദായത്തിന് സബബാവുക എന്ന അർത്ഥപ്രകാരം ഒരാളുടെ ഹിദായത്ത് ചോദിക്കുക എന്നുള്ളത് ശിർക്കാണ് എന്നുള്ളത് ഖുർആൻ കൊണ്ട് തെളിയിച്ചോ? ഹദീസ് കൊണ്ട് തെളിയിച്ചോ? ഇജ്മാ കൊണ്ട് തെളിയിച്ചോ? ഖിയാസ് കൊണ്ട് തെളിയിച്ചോ? തെളിയിച്ചിട്ടില്ല. 10 തവണ ഞങ്ങൾ ചോദിച്ചു, പക്ഷേ കഴിഞ്ഞ സെഷനിൽ അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാം. അത് ശിർക്കല്ല, അത് അബൂജഹലിന്റെ വാദമല്ല. അബൂജഹലിന്റെ വാദം KM മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. KM മൗലവി പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എങ്കിൽ 2013 മെയ് മാസത്തിലെ ഇസ്ലാഹ് ഞങ്ങൾ വായിക്കും. അപ്പൊ നിങ്ങൾ ആകെ വീണോർത്ത് കയർന്ന് ഉരുളണ്ടേരി വരും. നിങ്ങൾക്ക് ഇസ്ലാഹാണോ വേണ്ടത്? KM മൗലവിയാണോ വേണ്ടത്? സക്കരിയ സലാഹിയാണോ വേണ്ടത്? ജബ്ബാർ മൗലവിയാണോ വേണ്ടത്? ഏതാ നിങ്ങൾക്ക് വേണ്ടത്? ഏതായാലും ശിർക്ക് തൗഹീദിന്റെ വിഷയത്തിൽ ഭിന്നിച്ചുകൊണ്ട് ജബ്ബാർ മൗലവി മുശ്രിക്കാണ്, സക്കരിയ മുവഹിദാണ്, സക്കരിയ മുശ്രിക്കാണ്, ജബ്ബാർ മൗലവി മുശ്രിക്കാണ്. ഈ രൂപത്തിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ. ദയവ് ചെയ്ത് നിങ്ങൾ യഥാർത്ഥ തൗഹീദിലേക്ക് മടങ്ങുക, യഥാർത്ഥ സുന്നത്തിലേക്ക് മടങ്ങുക. ഇമാമുമാർ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്, അവർ ഇസ്തിഗാസ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇമാമുമാർ മുശ്രിക്കുകളാണോ? അല്ല. ആ ഒരു പാഥേയത്തിലേക്ക് നിങ്ങൾ വരിക, ആ ഒരു വഴി നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം. ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തു, ഇസ്തിഗാസ ചെയ്തു പറയാ എന്നല്ലാതെ എവിടെ ചെയ്തത്? അതല്ലേ കിട്ടേണ്ടത്. എന്തേ പറയാത്തത്? ഞാൻ ഇമാമിങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടേ ഇല്ല. നിങ്ങളുടെ ആരോപണം മാത്രമാണ്. ഞങ്ങളുടെ ഇമാമുമാർ ഇസ്തിഗാസ പഠിപ്പിച്ചവർ അല്ല, അത് പാടില്ലെന്ന് പഠിപ്പിച്ചവരാണ് ഞങ്ങൾ അഹ്ലുസുന്നയുടെ ഇമാമുമാർ എന്ന് ഓർമ്മപ്പെടുത്തുക.
അതുകൊണ്ട് ആ വക ഒരു വെടി പൊട്ടിച്ചോടുകാരില്ല, അത് സമർപ്പിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുക. പിന്നെ അനുവദനീയമാണ്, തേടൽ അനുവദനീയമാണ് എന്ന് ജബ്ബാർ മൊഴി എഴുതിയെന്ന ശുദ്ധ അസംബന്ധമാണ്. തേടൽ അനുവദനീയമാണ് എന്ന് ഈ ഇരിക്കുന്ന ജബ്ബാർ മൗലവി ഇന്നേ വരെ എഴുതിയിട്ടേ ഇല്ല. തെളിയിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് നേരെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ഈ വക പച്ചക്കളവ് മുമ്പിൽ വന്ന് പറയരുത്, കുറച്ച് കാലമായി നിങ്ങളത് പ്രചരിപ്പിക്കുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ശരി, ഇനിപ്പോൾ കെ എം മൗലവി എന്താ പറഞ്ഞത്? ദിവ്യത്വം കൽപ്പിച്ചു. അതല്ലേ കൂട്ടർ ഞങ്ങളും പറഞ്ഞത്? അഭൗതികമായ കഴിവുണ്ട് വിശ്വസിച്ചാൽ ദിവ്യത്തായി. ഖാലിഖാ വിശ്വസിക്കേണ്ട ആവശ്യമില്ല ദിവ്യത്വം വരാൻ. അല്ലാഹ് കൊടുക്കേണ്ടത് പടപ്പിന് കൊടുത്താൽ ദിവ്യത്തായി. നിങ്ങൾ പറഞ്ഞു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് മുഹീദ്ദീൻ ശൈഖിനോടും കൊടുക്കാം, അതേ ദിവ്യത്വമായി. കെ എം മൗലവി പറഞ്ഞതാണ് ശരി. കെ എം മൗലവി പറഞ്ഞ പ്രകാരം നിങ്ങൾ ശിർക്കിൽ തന്നെ, അത് ഇസ്ലാം അംഗീകരിച്ചു. അല്ലാതെ അവിടെ വൈരുദ്ധ്യമില്ല. നിങ്ങൾക്ക് വൈരുദ്ധ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറയാ നിങ്ങൾ അങ്ങോട്ട് ശിർക്ക്. ഞങ്ങളെ പ്രത്യേകത ശിർക്ക് ആര് ചെയ്താലും ശിർക്കാന്ന് പറയും. അത് നിങ്ങൾ ചെയ്താലും പറയും, ഞങ്ങളെ കുടുംബം ചെയ്താലും പറയും. അത് നമ്മളൊപ്പുള്ളവനല്ലേ മുണ്ടണ്ട എന്ന് പറയില്ല. അതല്ല നിങ്ങൾ നമ്മുടെ വ്യത്യാസം. ഒപ്പുള്ളവനിൽ ശിർക്ക് വന്നാലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും, ഇത് ശിർക്കാണ്, ഇത് ശരിയല്ല. അതുകൊണ്ടല്ലേ ജിന്നും മലക്കും അഭൗതിക എന്ന് എഴുതിയപ്പോ ഞങ്ങൾ തുടർന്ന് പറഞ്ഞത് ഇതാ പണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്, അഭൗതിക എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, ബുദ്ധിയും പകതിലുമുള്ള പറയൂല, അന്നും ഇന്നും എന്നും ഇതാണ് നിലപാട് എന്ന് എഴുതിയ ആളോടക്കം നമ്മൾ പറഞ്ഞു. കരുവമ്പൂയിലെ ഇത് പറയല്ല, അനസ്മോലി ഇത് പറയല്ല, കായക്കൊടി ഇത് പറയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് തന്നെ അമ്പലക്കടവിനോടും പറഞ്ഞു. കാരണം അമ്പലക്കടവും എഴുതി ജിന്ന അഭൗതികാണ്, മലക്ക് അഭൗതികാണ്, അഭൗതികമായ കഴിവുണ്ട്. നെല്ലിക്കുത്തും പറഞ്ഞു. അന്നൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കളിപ്പിട്ട് പറഞ്ഞു ഇത് പറയാൻ പാടില്ല, ഇത് ശിർക്കൻ വിശ്വാസമാണ് എന്ന്. അതുകൊണ്ട് എന്റെ ചോദിച്ച രണ്ടാമത്തെ സെഷൻ നിങ്ങൾ തൊട്ടിട്ടില്ല. വിധി എന്ത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇമാമിങ്ങൾ ചെയ്തു ആ വഴിക്ക് വരണം എന്ന് പറഞ്ഞാൽ പോരാ, വിധി എന്ത് എന്ന് നിങ്ങൾ പറയണം. ശിർക്ക് അല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. എങ്കിൽ വിധി എന്ത്? ജായിസാണോ, സുന്നത്താണോ, വാജിബാണോ, ഫർളാണോ, തൗഹീദ് ശരിയാവാൻ അത് ആവശ്യമാണോ, അത് ഇസ്തിഹാസ ചെയ്തെങ്കിൽ ഒരാൾ മുഅ്മിനാവൂ എന്നുണ്ടോ, നിങ്ങൾ അത് പറയേണ്ടതുണ്ട്. ഏതായിരുന്നാലും ശരി, അബൂജഹൽ ലാത്തയും ഉസ്സയും ഖാലിഖാണെന്ന് പറഞ്ഞിട്ടില്ല. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള എന്ന ചോദ്യത്തിനുള്ള മറുപടി എന്താ? അല്ലാഹു ആണെന്ന് പറയും എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നിട്ടും അവന്റെ ശിർക്കായി. നിങ്ങൾ പറയുന്നു ഖാലിഖാണ് വിശ്വാസല്ലേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തേടാം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന എന്ന പാത്രയും ശൈഖിനോടാവാം, ഏതുമാവാം എന്നല്ലേ നിങ്ങളുടെ നയം. അതെന്തേ തുറന്നു പറയാൻ നിങ്ങൾക്ക് പ്രയാസവും? ഞാൻ ചോദിച്ചല്ലോ, എല്ലാം തേടാമോ? റബ്ബിനോട് ചോദിക്കുന്ന ഏത് ചോദ്യവും ശൈഖിനോട് ചോദിക്കാമോ? മഖ്ലൂഖാൻ ഖാലിഖല്ല എന്ന വിശ്വാസത്തിൽ തുറന്നങ്ങ് പ്രഖ്യാപിക്കൂ നിങ്ങൾ. അപ്പൊ സമുദായത്തിനത് ബോധ്യമാകും. അതുകൊണ്ട് നിങ്ങൾ ശരിയായ പച്ചയായ ശിർക്കിൽ പോയി അകപ്പെട്ടിരിക്കുന്നു എന്ന് ഇനിയും ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഞാൻ നേരത്തെ വായിച്ചല്ലോ നിങ്ങൾ ഫൈസിയുടെ പുസ്തകം. എന്താ പറഞ്ഞത്? സൃഷ്ടാവ് അല്ലാഹു മാത്രമാണെന്ന വിഷയത്തിന് അവിശ്വാസികൾക്ക് പോലും തർക്കത്തിന് സാധ്യമല്ല എന്നാണ്. നിശ്ചയം അല്ലാഹു മാത്രമാണ് തർക്കമറ്റ സൃഷ്ടാവ്. ഈ വിഷയത്തിൽ അവിശ്വാസികൾക്ക് പോലും ഖണ്ഡനം സാധ്യമല്ല. എന്തു പറയാനുണ്ട്? മൗലവി ഇപ്പോ നിരയെല്ലാം വിട്ടിട്ടുണ്ട്, വിഷയങ്ങളൊക്കെ മറന്നുപോയി, എവിടേക്കെയോ ആട്ടത്. ഇസ്തിഹാസന്റെ വിധി എന്ത്? ഇപ്പൊ പുതിയ ചോദ്യമാണ്. ഇസ്തിഹാസന്റെ വിധി വാദത്തിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ വാദം ഇസ്തിഹാസ സഹായതട്ട ശിർക്കല്ല, അതാണ് ഞങ്ങളുടെ വിധി. കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതൊന്നും അറിയിട്ടില്ല. ചോദ്യം വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിട്ടാണ്. ഖാലിഖമ്മ മുദബ്ബിറൻ എന്ന ഇബാറത്ത് വായിച്ച് സദസ് തക്ബീറോടെ സ്വീകരിച്ചു, മിണ്ടിയിട്ടില്ല. കെ എം മൗലവിന്റെ ഫത്വ വായിച്ചു, അതിന് മിണ്ടിയിട്ടില്ല. ഇപ്പം ചോദിക്കുന്നത് എന്താണെന്നറിയോ? നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം, ജബ്ബാർ മൗലവിന്റെ പുസ്തകത്തിലുള്ള ചോദ്യത്തിന് ഇപ്പം മറുപടി പറയാം. ജബ്ബാർ മൗലവി എഴുതിയിട്ടില്ല, ഇല്ല. ആയിക്കോട്ടെ, ഏതായാലും ഞാൻ ഇത് വായിക്കാൻ പോവാണ്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ജബ്ബാർ മൗലവി എഴുതിയിട്ടുണ്ടോ ഇല്ലേ? പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അന്യോന്യം സഹായിക്കുന്നു, സഹായം തേടുന്നു. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുൽ സാക്കിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇതുതന്നെയാണ്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. തുഹ്ഫത്തുൽ സാക്കിരീനിൽ ഷൗക്കാനി പറയുന്നുണ്ട് അത് ജായിസാണെന്ന്, അത് ശിർക്കല്ലെന്ന് ഷൗക്കാനി പറയുന്നുണ്ട്.
ആ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. അഥവാ ജിന്നുകൾ നമ്മൾ കാണുന്ന രീതിയിലാണ്, പരസ്പരം സഹായദാട്ടം എന്ന നിലക്കാണ്, താവനുകളിൽ ബിരിവത്തക്വ എന്ന നിലക്കാണെന്ന് സർവ്വസ്ഥലത്തും വിശദീകരിച്ച് നടന്നിട്ട് ഇപ്പൊ എഴുതിയിട്ടേ ഇല്ല ഇല്ല ഇല്ല. കെ മൗലവി എന്താ എഴുതിയത്? മക്കത്തെ മുശ്രിക്കുകളെ പറ്റിയാണ് ഇവിടെ പറയണത്. ഇവിടെ ചോദ്യം എന്താണ്? ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ എങ്ങനെയാ ചുർക്ക് വരൂല എന്ന് എവിടെയാണ്? ഞങ്ങളുടെ വാദവും വ്യവസ്ഥയൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ല. ഞങ്ങളുടെ വാദം എന്താണ്? അമ്പിയാക്കളോട് ഔലിയാക്കളോട് അവർ മഹാത്മാക്കളാണ്, സ്രട്ടാക്കളല്ല എന്ന നിലക്ക് സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്നാണ് ഞങ്ങളുടെ വാദം. ഈ വാദത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ചോദ്യം ചോദിക്കേണ്ടത്. നിങ്ങൾ റാസി എടുത്ത് വായിച്ചു. എന്തിനാ നിങ്ങൾ റാസി കൊണ്ടുവന്നത്? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇബാദത്തിന് നിർവചനം പറഞ്ഞപ്പോൾ ആ നിർവചനത്തിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഇബാദത്താണത്. അതിലെവിടെ ഇബാദത്ത് എന്ന വാക്ക്? അതിലെവിടെ പ്രാർത്ഥന ദുആ എന്ന വാക്ക്? അതിലെവിടെ ശിർക്ക് എന്ന വാക്ക്? അഭൗതികം ഭൗതികം എന്നുണ്ടോ എന്ന ചോദ്യത്തിനാണോ നിങ്ങളെ മറുപടി? വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങൾ വളരെ വളരെ ആലോചിച്ചിട്ടാണ് മറുപടി പറയേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ, അതുപോലെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭേദഗതികളും പല ജാതി എഴുത്തുകുത്തികളും നടത്തി സമൂഹത്തിൽ വസ്വാസം ഉണ്ടാക്കി സമൂഹത്തിന്റെ മേൽ ശിർക്കും കുഫ്റും ആരോപിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും പ്രസംഗം നടത്തുന്ന നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചതാ, ഇബാദത്ത് പ്രാർത്ഥനക്ക് നിങ്ങൾ കൊടുത്ത ഈ നിർവചനത്തിന് തെളിവുണ്ടോ? റാദിയിൽ കൊണ്ടുവന്നു. അതിലെവിടെ പ്രാർത്ഥന എന്ന്? അതിലെവിടെ ശിർക്ക് എന്ന്? അതിലെവിടെയുണ്ട്? ഇപ്പൊ റാദി മിണ്ടണില്ല. നിങ്ങൾ ആലോചിക്കണം. ഇനി ഇത്തഖദു റബ്ബൻ മുദബ്ബിറൻ എന്ന ഇബാറത്ത് ഇവിടെ വായിച്ചു. അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല. കെ എം മൗലവിന്റെ ഈ വരി വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. കെ എം മൗലവി എന്താ എഴുതിയത്? മക്കത്തെ മുശ്രിക്കുകളെ പറ്റി നിങ്ങളെ കെ എം മൗലവി. ആരാണ് കെ എം മൗലവി എന്നറിയോ? ഉറുക്കി കെട്ടാം മന്ദിരിക്കാമെന്ന് പ്രസംഗിച്ച, വെള്ളം മന്ദിരിച്ചു കൊടുക്കലുണ്ടെന്ന് പ്രസംഗിച്ചു കൊടുത്ത, വളരെ വ്യക്തമായി മനസ്സിലാക്കണം. വെള്ളം മന്ദിരിച്ചു കൊടുക്കലുണ്ട് എന്ന് സക്കരിയ സലാഹിനെ ഇരുത്തിയിട്ട് മഞ്ചേരിയിൽ വെച്ച് അബ്ദുമോനെ പ്രസംഗിച്ച പ്രസംഗം ഞങ്ങളുടെ കയ്യിലുണ്ട്. സുന്നിക്കുട്ടികളുള്ള സ്ഥലത്ത് ഞാൻ മുഖാമുഖത്തിന് വരൂല, കാരണം കിതാബ് തിരിയുന്നവരാണെന്ന് നന്ദിയിൽ പ്രസംഗിച്ചത് ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ക്ലിപ്പോടും. അതെ, നിങ്ങളുടെ നേതാവ് കെ എം മൗലവി എഴുതിയതെന്താ? അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് അവന് ശരിയായി ഇബാദത്ത് ചെയ്ത് അവന്റെ പരിശുദ്ധ സന്നിധിയിൽ സാമീപ്യം സമ്പാദിച്ചുള്ളവർക്ക് ദൈവത്വം ഇലാഹി എന്നുള്ള അവസ്ഥ നൽകുകയും ചില പ്രത്യേക കാര്യങ്ങളിൽ നിയന്ത്രണവും കൈകാര്യകർത്തൃത്വവും നടത്തിപ്പും അവരെ ഏൽപ്പിക്കുകയും അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന ശുപാർശയെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ദിവ്യത്വം എന്ന അവസ്ഥ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് എന്ന് നിങ്ങളുടെ നേതാവ് കെ എം മൗലവി എഴുതത് വിഴുങ്ങിയോ? ഇനി അടുത്തത്, ജിന്നുകളോട് സഹായം നേടാൻ പാടില്ല. ജബ്ബാർ മൗലവി എഴുതിയതെന്താ? ഇവിടെ മുജാഹിദുകൾ തമ്മിൽ പിളർന്നു. ഇവിടെ അനസുമോ ഇപ്പൊ നമ്മളെ മൗലവി എന്താ ഇപ്പൊ ചെയ്തെന്ന് പറയാം? അനസിന് മറുപടി പറയുന്നത്, അനസിനും കായക്കൊടിക്കും മറുപടി പറഞ്ഞു വിടുന്നു. നിങ്ങൾ വിഷയം അവസരം മാറിയിട്ടുണ്ട്, നിങ്ങളെ ഗതി മാറിയിട്ട് പ്രസംഗം നടത്തുകയാ. നിങ്ങൾ എഴുതിയത് എന്താണെന്നറിയോ? അമ്പലക്കടവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന ചോദ്യത്തിൽ ആരാ എഴുതിയത്? നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എഴുതിയത് എന്താണ്? പി ജബ്ബാർ മൗലവി ഇരിക്കുന്ന ആളാ. മുജാഹിദുകൾ ഇനി അത്ര ഒരു ടൈപ്പ് നേതാവ് ഉണ്ടാവൂല, അത്ര വലിയ ആളാ. മൂപ്പരയുടെ വന്നിട്ടുണ്ട്. നാളേക്ക് ഇവർ ഗ്രൂപ്പാവും. നിങ്ങൾ ഗ്രൂപ്പ് ആകരുതേ ഞങ്ങൾ പറയണത്. എന്താ എഴുതിയത്? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു പോകുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇന്ദ്രക്കറ്റ് മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കണേ എന്ന് നിലച്ച് പടപ്പുകളെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല, അഭൗതിക മാർഗത്തിലുള്ള സഹായം തേട്ടമില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. അതെ, ശിർക്കല്ല എന്ന് എഴുതിയത് അനുവദനീയമാണ് എന്നല്ല, ശിർക്കല്ല എന്നാ എഴുതിയത്. അതാ ഞങ്ങൾ ചോദിച്ചത്. അനുവദനീയം എന്ന് എവിടെ എഴുതി? അയാളോ ഈ പുസ്തകം എടുത്തത്? പറഞ്ഞുതരാം, ബാക്കി ഇപ്പൊ തന്നെ അവിടെ ഇരിക്കുന്നത്. അയാളെ ഈ പുസ്തകം എടുത്തത് അനുവദനീയാന്ന് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത്? എന്താ നിങ്ങൾ വായിച്ചത്? പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അന്യോന്യം സഹായിക്കുന്നു, സഹായം തേടുന്നു. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കോടും ജിന്നുകോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് ഷൗക്കാനി പറഞ്ഞത് ഇത് തന്നെയാണ്. എന്താ പറഞ്ഞത്? ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്. താനത് മൂപ്പരവാദാണെന്നല്ല പറഞ്ഞത്, ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാ എന്ത്? എം ടി ദാരിമി പറഞ്ഞിട്ടുണ്ട്. മൊഹീദ്ദീൻ ശൈഖോട് ഹിദ്റത്തുൽ മുസ്തഖീം എന്ന് പറയാം. കണ്ടോ, ഫൈസൽ മുസ്ലിയാർ സമ്മതിച്ചു എന്നറിയോ? എന്താണ് ഇർഫാൻ? ഇങ്ങനെയാണെങ്കിൽ മറ്റേ ചങ്ങായ നല്ലത്.
ഈ കോഴ്സ് ഇതാ ഞാൻ പറഞ്ഞത്, തേടൽ അനുവദനീയമാണെന്ന് ജബ്ബാർ മൗലവി സ്വന്തം ആശയമായി എഴുതിയിട്ടേ ഇല്ല. ഇലാ യൗമിൽ ഖിയാമ കാണിക്കാൻ നിങ്ങൾ സാധിക്കുകയുമില്ല. ശുദ്ധമായ കളവ് വായിക്കരുത്. ജബ്ബാർ മൗലവി എന്താ ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്, ഷൗക്കാനി പറഞ്ഞിട്ടില്ലേ? സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഷൗക്കാനി കിതാബിലില്ലേ? ഇനി അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നാണോ? അർത്ഥവ്യവസ്ഥയിലേക്കോളി ഷൗക്കാനി പറഞ്ഞത് ശരിയോ തെറ്റോ? ഏത് അർത്ഥത്തിലാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? തർക്കണ്ടോ? അർത്ഥവ്യവസ്ഥയിലേക്കോളി നമ്മൾ നോക്കാം. ജബ്ബാർ മൗലവി ജിന്നിനോട് തേടാമെന്ന്, തേടൽ അനുവദനീയമാണെന്ന് എവിടെയും എഴുതിയിട്ടില്ല. അത് അനീഫ് കായ്ക്കുലി പോലും സമ്മതിച്ചതാ. പക്ഷെ ഇയാള് അതിനപ്പുറത്തേക്ക് ആരോ എന്തോ പറഞ്ഞു കേട്ടപ്പോ അത് വിശ്വസിച്ചു പോയി നത്താം. അപ്പൊ ഇസ്ലാമും വ്യക്തമാണ്, ജബ്ബാർ മൗലവിയുടെ ഈ പുസ്തകം വ്യക്തമാണ്, യാതൊരു വൈരുദ്ധ്യവുമില്ല. പക്ഷേ മുസ്ലിയാരെ എവിടെ മറുപടി? ചോദ്യത്തിന് എവിടെ മറുപടി? നിങ്ങൾ വയൽ പറഞ്ഞ സമയമല്ലപ്പോ, മറുപടി പറയേണ്ട സമയ. ഞാൻ ചോദിച്ചല്ലോ എന്റെ ഒന്നാമത്തെ ചോദ്യം, എന്തേ അതിലേക്ക് നിങ്ങൾ വരാത്തത്? രണ്ടാമത്തെ ചോദ്യത്തിന് ശിർക്കല്ലെന്ന് പറഞ്ഞു, വിധി എന്ത്? മൂപ്പര് പറഞ്ഞു വിധി അതന്നെയാണ്, ശിർക്കല്ല അതന്നെ വിധി. എന്താ മുസ്ലിയാരെ, എങ്ങനെ നിങ്ങൾ ഫൈസി ഇർഫാനും ഡബിൾ ഒപ്പായത്? എന്താ വിധി എന്ന് പറഞ്ഞാല് അഹ്കാമുൽ ഖംസയുണ്ടോ? ശിർക്കും തൗഹീദും ഇനിയിപ്പോൾ അതും പഠിപ്പിച്ചായിരുന്നോ? വാജിബ്, ഹറാമ്, കറാഹത്ത്, മന്ദൂബ്, നിങ്ങൾ വേണേ ജാമ്യ ഹിന്ദിലേക്ക് പോയി ഞങ്ങൾ പഠിപ്പിച്ചുതരാം. വിധി അതന്നെയാണ്. അത് പോരെ, നിങ്ങൾ പറയ്, ഇത് അനുവദനീയാണോ, ഇത് സുന്നത്താണോ, ഇത് വാജിബാണോ, ഇത് ഫർളാണോ? അത് നിങ്ങൾ വായിക്കി, അതല്ലേ പറയേണ്ടത്. മൂന്നാമത്തെ ചോദ്യമോ, എല്ലാം ചോദിക്കാമോന്നാ? റബ്ബിനോട് ചോദിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും ഖാലിഖല്ല എന്ന വിശ്വാസത്തിൽ, മഹാനാണ് എന്ന വിശ്വാസത്തിൽ മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കാമോ? എന്തേ നിങ്ങൾ മിണ്ടാത്തത്? എന്തേ നിങ്ങൾ പറയാത്തത്? KM മൗലവി വായിച്ച് രക്ഷപ്പെടാനാണ് വിചാരിച്ചത്? റാസി വായിച്ച് രക്ഷപ്പെടാനാണ് വിചാരിച്ചത്? റാസി എന്തിനാണ് വായിച്ചത്? നിങ്ങൾ ചോദിച്ചു എവിടുന്ന് രണ്ടു തരം കിട്ടി, കാര്യകാരണബന്ധങ്ങൾക്ക് അപ്പുറം ഇപ്പുറം എവിടുന്ന് കിട്ടി എന്ന ചോദ്യത്തിനാണ് റാസി വായിച്ചത്. ശിർക്ക് സ്ഥാപിക്കാനല്ല, രണ്ടു തരമുണ്ട് എന്ന് വാദിക്കാനാണ് ഞങ്ങൾ വായിച്ചത്. അത് നിങ്ങളും പറഞ്ഞല്ലോ, ഹിദായത്തിന് സബബാവുക എന്ന അർത്ഥത്തിൽ. അതന്നെ കാരണം എന്ന് പറഞ്ഞത്. ഈ സബബിനാണ് കാരണം അർത്ഥം വെക്കുക. ഞങ്ങൾ പറഞ്ഞു കാര്യകാരണം, നിങ്ങൾ പറഞ്ഞു സബബ്. രണ്ടും ഒന്നെ. ഇന്നക ലാ തഹ്ദി എന്ന് പറഞ്ഞ ഹിദായത്ത് ഏതോ ആ ഹിദായത്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ഹിദായത്ത്. ഇന്നക ലാ തഹ്ദി എന്ന അർത്ഥമുള്ള ഹിദായത്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഹിദായത്ത്. അത് ശൈഖിനോട് പറ്റുമെന്നാ ചോദിച്ചത്. പറ്റു, ശിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ അതേപോലെ എല്ലാം ചോദിക്കാമോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ഉദാഹരണം ഞാൻ പറഞ്ഞു, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന. അത് റബ്ബനാണ് മാറ്റിയിട്ട് യാ ശൈഖ് മുഹ്യിദ്ദീൻ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്നതുപോലെ ഏതും പറ്റുമോ? കുത്തുബിയത്തിലുണ്ടല്ലോ, വനജ്ജിനി മിനല്ലാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹീയതീനി എന്ന് നിങ്ങൾ പാടുന്നത് കൊണ്ടാ ഞങ്ങൾ ചോദിക്കുന്നത്. അതും കൂടെ പറയണം. ഏതായാലും മൗലവിക്ക് ഒരു ബിരുദമില്ല.